ശ്രീമതി ടീച്ചർ മരിച്ചുപോയ മുൻ കോൺഗ്രസ് MLA ഭാര്യയും കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ കത്തുന്ന വിഷയമാണിത്. PK ശ്രീമതി വ്യാജ MLA പെൻഷൻ കൈപ്പറ്റിയെന്ന സൈബർ പോരാളികളുടെ പ്രചരണം അത് അവസാനം പാളുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വിവരാവകാശ രേഖയിലെ പേരിന്റെ സാമ്യം വെച്ച് പടച്ചുവിട്ട വൻ തട്ടിപ്പ് വാർത്തയ്ക്ക് പിന്നിലെ നെറികെട്ട രാഷ്ട്രീയവും പുറത്താവുകയാണ്. മരണം വരിച്ച 6 വർഷം പിന്നിട്ടിട്ടും പാവം അധ്യാപികയുടെ പെൻഷൻ അക്കൗണ്ട് കാണിച്ച് അപമാനിച്ചവർക്കെതിരെ PK ശ്രീമതി നിയമ നടപടിയിലേക്ക്. വാർത്ത വിശദമായി ഇങ്ങനെ: CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ സംസ്ഥാന ആരോഗ്യമന്ത്രിയുമായ PK ശ്രീമതി വ്യാജരേഖകൾ ഉണ്ടാക്കി നിയമസഭാ അംഗങ്ങൾക്കുള്ള കുടുംബ പെൻഷൻ തട്ടിയെടുത്തു എന്ന പേരിൽ നടക്കുന്ന കുപ്രചരണങ്ങളുടെ യാഥാർത്ഥ്യം വെളിവാക്കുന്ന നിർണായക തെളിവുകൾ പുറത്ത്. സ്വാതന്ത്ര്യ സമര സേനാനിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന പരേതനായ PR കൃഷ്ണന്റെ പത്നിയും തൃശൂർ പൂച്ചട്ടി AKM ഹൈസ്കൂളിലെ റിട്ടയേർഡ് അധ്യാപികയുമായിരുന്ന PK ശ്രീമതി ടീച്ചർ കൈപ്പറ്റിയിരുന്ന കുടുംബ പെൻഷനാണ് CPM നേതാവിന്റെ അക്കൗണ്ടിലേക്ക് പോകുന്നതെന്ന രീതിയിൽ ചില കേന്ദ്രങ്ങൾ വ്യാജമായി പ്രചരിപ്പിച്ചു. കേരള സംസ്ഥാന രൂപീകരണത്തിന് മുൻപ് തിരുക്കൊച്ചിയിലെ ഒല്ലൂർ മണ്ഡലത്തെയും 1960-ൽ കുന്നംകുളം മണ്ഡലത്തെയും പ്രതിനിധീകരിച്ച ജനപ്രതിനിധിയായിരുന്നു PR കൃഷ്ണൻ. 1993 ജൂലൈ 7-നാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷം ഭാര്യയായിരുന്ന തൃശൂരിലെ ശ്രീമതി ടീച്ചർക്ക് നിയമസഭാ ചട്ടപ്രകാരമുള്ള കുടുംബ പെൻഷൻ അനുവദിച്ചു നൽകുകയായിരുന്നു. 2020 ഫെബ്രുവരി 24-ന് പൂച്ചട്ടി സ്കൂളിലെ അധ്യാപികയായിരുന്ന ശ്രീമതി ടീച്ചറും മരണപ്പെട്ടു. ഈ വിവരങ്ങൾ സർക്കാരിനെയും ട്രഷറിയെയും കൃത്യമായി അറിയിക്കുകയും മരണ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയും ചെയ്തതോടെ കഴിഞ്ഞ 6 വർഷമായി ഈ അക്കൗണ്ടിലേക്ക് പെൻഷൻ തുകയൊന്നും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ലെന്ന് അന്തരിച്ച MLAയുടെ മകൻ അജിത്ത് തുറന്നു പറയുന്നു. പിതാവ് അന്തരിച്ചിട്ട് 3 പതിറ്റാണ്ടിലേറെയായെന്നും നാടിന്റെ നന്മയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച അദ്ദേഹത്തിന്റെ പേര് ഇത്തരം ഒരു വില കുറഞ്ഞ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചതിൽ കുടുംബത്തിന് വലിയ വിഷമമുണ്ടെന്നും മകൻ പറഞ്ഞു. മാതാവ് 2020-ൽ മരിച്ചതോടെ തന്നെ ആ പെൻഷൻ വാങ്ങുന്നത് അവസാനിപ്പിച്ചിരുന്നു. പേരിന്റെ സാമ്യം മുതലെടുത്തോ അല്ലെങ്കിൽ മനഃപൂർവ്വം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനോ വേണ്ടിയാകും CPM നേതാവ് PK ശ്രീമതിയെ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴച്ചതെന്നും അജിത് കുമാർ കൂട്ടിച്ചേർത്തു. വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിലെ വിവരങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്താണ് ഈ ബോധപൂർവമായ ഗൂഢാലോചന നടത്തിയത്. മുൻ MLAമാരുടെ പെൻഷൻ വിവരങ്ങൾ നൽകിയ പട്ടികയിൽ PR കൃഷ്ണന്റെ ഭാര്യ PK ശ്രീമതി എന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. ഇതേ രേഖയിൽ തന്നെ മുൻ MLAയും മന്ത്രിയുമായിരുന്ന കണ്ണൂരിലെ CPM നേതാവ് PK ശ്രീമതിക്ക് ലഭിക്കുന്ന പെൻഷൻ വിവരങ്ങളും വേറെ തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ 2 വ്യക്തികളും ഒരാളാണെന്ന മട്ടിൽ വസ്തുതകളെ വളച്ചൊടിച്ച് ചില മാധ്യമങ്ങളും വ്യക്തികളും അപവാദ പ്രചരണം നടത്തുകയായിരുന്നു. 2001-ലും 2006-ലും പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലെത്തുകയും VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരിക്കുകയും ചെയ്ത PK ശ്രീമതിയെ വ്യക്തിഹത്യ ചെയ്യുക എന്ന കടുത്ത ലക്ഷ്യത്തോടെയാണ് ഈ ആസൂത്രിത വ്യാജ പ്രചരണം നെയ്തെടുത്തത്. കേട്ടുകേൾവി പോലുമില്ലാത്ത ഇത്തരം നുണ ആരോപണങ്ങൾ ഉന്നയിച്ച സാമൂഹിക മാധ്യമത്തിൽ അവഹേളിച്ചതിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മുൻമന്ത്രി പ്രതികരിച്ചത്. തനിക്കെതിരെ ദുഷ്പ്രചരണം നടത്തിയ കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് അവരുടെ തീരുമാനം.